നമസ്കാരം. നമുക്കിന്ന് വ്യാസമഹാഭാരതത്തിലെ സഭാപർവത്തിൽ പരാമർശിച്ചിട്ടുള്ള ജരാസന്ധ വധത്തെക്കുറിച്ചുള്ള കഥകൾ കേട്ടാലോ? നിങ്ങൾ തയ്യാറല്ലേ? ഒന്നും തന്നെ വിട്ടുപോകാതെ പൂർണ്ണമായിട്ട് കേട്ടുകൊണ്ടോ. ഇന്ദ്രപ്രസ്ഥം തലസ്ഥാനമാക്കി യുധിഷ്ഠിര മഹാരാജാവ് രാജ്യം ഭരിച്ചിരുന്ന കാലം. രാജ്യമെങ്ങും ഐശ്വര്യവും സമൃദ്ധിയും വിളങ്ങിയിരുന്നു. എല്ലാ ജനങ്ങളുടെയും ഇഷ്ടവും ഹിതവും അനുസരിച്ച് മാത്രം രാജധർമ്മം പാലിച്ചിരുന്ന അദ്ദേഹം പാണ്ഡുവിന് തുല്യനായിട്ടാണ് ജനങ്ങൾ കണ്ടിരുന്നത്. അങ്ങനെ പ്രജാക്ഷേമ തൽപരനായി രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന യുധിഷ്ഠിര മഹാരാജാവിന് ഒരിടത്തൊന്നും ശത്രുക്കളൊന്നും ഇല്ലായിരുന്നതിനാൽ അദ്ദേഹത്തിന് അജാതശത്രു എന്ന് ഉള്ളൊരു പേര് കൂടിയിട്ട് സിദ്ധിക്കേണ്ടായിട്ടുണ്ട്. ഭീമസേനന്റെ പരിപാലനം കൊണ്ടും ബീഭത്സുവായിട്ടുള്ള അർജുനന്റെ ശത്രുനിഗ്രഹം കൊണ്ടും നകുല സഹദേവന്മാരുടെ വിനയം കൊണ്ടും അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ഭീതിയും ഒരു തരത്തിലുള്ള ശത്രുഭയവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കെ നാരദമുനിയുടെ ഉപദേശപ്രകാരം രാജസൂയ യാഗം നടത്തുന്നതിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ അദ്ദേഹത്തിന്റെ മന്ത്രിമാരോടും മറ്റുള്ളവരോടും അദ്ദേഹം ആരാഞ്ഞു തുടങ്ങിയൊരു സമയം. സാമ്രാജ്യയോഗ്യനായ യുധിഷ്ഠിരൻ എന്തുകൊണ്ടും രാജസൂയം നടത്താൻ അനുയോജ്യനാണ് എന്നും ഞങ്ങളെല്ലാം അങ്ങയോടൊപ്പം ഉണ്ട് എന്നും മന്ത്രിമാരെല്ലാം ഒരേ സ്വരത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു. എല്ലാ മന്ത്രിമാരുടെയും ഉപദേശങ്ങൾ അദ്ദേഹം ശ്രദ്ധയോടെ കേട്ടിട്ട് തുടർന്നുള്ള ഉപദേശ നിർദ്ദേശങ്ങൾക്കായിട്ട് കുലഗുരുക്കന്മാരായിട്ടുള്ള വ്യാസമഹർഷിയോടും ധൗമ്യനോടുമാണ് പിന്നീട് അദ്ദേഹം ഉപദേശം ആരാഞ്ഞത്. രണ്ടുപേരോടുമായിട്ട് പാണ്ഡവൻ പറഞ്ഞു, ഞാൻ രാജസൂയം നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ആഗ്രഹം എങ്ങനെ കലാശിക്കുമെന്നൊന്നും എനിക്കറിയില്ല. രണ്ടുപേരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഉചിതമായിട്ടുള്ള അഭിപ്രായം എനിക്ക് പറഞ്ഞു തരുമെന്ന്. ഇത് കേട്ട ധൗമ്യ മഹർഷിയും വ്യാസനും പറഞ്ഞു, അങ്ങ് രാജസൂയത്തിന് യോഗ്യൻ തന്നെയാണ്. തീർച്ചയായിട്ടും നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോവുകയെന്ന്. താൻ ഒരുമ്പെടുന്ന ഉദ്യമം, അതായത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രാജസൂയം ചെറിയൊരു കാര്യമല്ല എന്നുള്ള തിരിച്ചറിവില് യുധിഷ്ഠിരൻ ഏറ്റവും അവസാനത്തെ ഒരു അഭിപ്രായത്തിനായിട്ട് ഒരു അവസാന വാക്കെന്നുള്ള നിലയിൽ ശ്രീകൃഷ്ണനോട് ചോദിക്കാനായിട്ട് ഒരുമ്പെട്ടു. കാരണം കൃഷ്ണൻ അറിയാത്ത കാര്യങ്ങളില്ല, ചെയ്യാൻ സാധിക്കാത്ത കർമ്മങ്ങളുമില്ല. ആ ഒരു സത്യം തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ടൊരു ദൂതനെ അയക്കുകയാണ്. ഇന്ദ്രസേനൻ എന്നുള്ള പേരിലുള്ളൊരു ദൂതനെ കൃഷ്ണന്റെ അടുക്കിലേക്ക് ധർമ്മരാജാവ് അയക്കുന്നു. തന്റെ അടുക്കൽ വന്ന ദൂതനിൽ നിന്നും കാര്യം മനസ്സിലാക്കിയ കേശവൻ ഉടൻ തന്നെ ആ തേരിലേറി ഇന്ദ്രപ്രസ്ഥയിലേക്ക് യാത്ര തിരിച്ചു. ശരവേഗത്തിൽ പായുന്ന കുതിരകൾ അദ്ദേഹത്തെ പല നാടുകളും പിന്നിട്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ സുരക്ഷിതമായിട്ട് കൊണ്ടുവന്നെത്തിച്ചു. പാണ്ഡവരുടെ അമ്മയായ കുന്തിദേവി ശ്രീകൃഷ്ണന്റെ അച്ഛൻപെങ്ങളാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ ബന്ധു കൂടിയാണ്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണന്റെ വരവ് ഇന്ദ്രപ്രസ്ഥത്തിൽ ഉണ്ടാക്കുന്ന ആഹ്ലാദം ചെറുതല്ല. ആ രംഗം നിങ്ങൾ മനസ്സിലൊന്ന് കാണാൻ ശ്രമിച്ചു നോക്കൂ. അതുണ്ടാക്കുന്ന ഒരു അനുഭവം വളരെ വലുതായിരിക്കും, എനിക്ക് ഉറപ്പാണ്. ആ രംഗം മഹാഭാരതത്തിൽ വിവരിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനെ കണ്ടു. ഭീമസേനൻ സ്വന്തം പിതാവിനെ എന്ന വണ്ണമാണ് ശ്രീകൃഷ്ണനെ പൂജിച്ച് ആദരിച്ചത്. ശ്രീകൃഷ്ണൻ തന്റെ അച്ഛൻപെങ്ങളായ കുന്തിദേവിയെ കണ്ട് അനുഗ്രഹം വാങ്ങിയതിനു ശേഷം തന്റെ ഇഷ്ടസഖാവായ അർജുനനോട് ദീർഘനേരം സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ഭക്ഷണം കഴിച്ച് യാത്രാക്ഷീണമകറ്റി വിശ്രമിക്കാനിരുന്ന ശ്രീകൃഷ്ണന്റെ അടുക്കൽ ചെന്ന് യുധിഷ്ഠിരൻ മടിച്ച് തൻ്റെ ഉള്ളിലെ ആഗ്രഹം അറിയിച്ചു. കൃഷ്ണ, ഞാൻ രാജസൂയം നടത്താനായിട്ട് എൻ്റെ ആഗ്രഹം കൊണ്ട് മാത്രം ഞാൻ മോഹിക്കുന്നുണ്ട്. അത് എന്നെ കൊണ്ട് സാധിക്കുമെന്നൊന്നും എനിക്ക് തീർച്ചയില്ല. എൻ്റെ ചുറ്റുമുള്ള സുഹൃത്ത് വലയത്തിൽപ്പെട്ട ആളുകളെല്ലാം ഞാനത് ചെയ്യണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു തീർച്ചയുമില്ല. എൻ്റെ തീരുമാനങ്ങളെല്ലാം ഇരിക്കുന്നത് അങ്ങിലാണ്. അങ്ങ് പറഞ്ഞാൽ പിന്നെ എനിക്ക് സംശയമില്ല. ദയവായി എൻ്റെ സംശയം തീർത്തു തന്നാലും. യുധിഷ്ഠിരൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സശ്രദ്ധം കേട്ട ശ്രീകൃഷ്ണൻ പറഞ്ഞു, മഹാരാജാവേ, വിശിഷ്ട ഗുണങ്ങൾ തികഞ്ഞ അങ്ങ് രാജസൂയം നടത്താനായിട്ട് അർഹൻ തന്നെയാണ്. പക്ഷെ അത് നടത്തുന്നതിൽ ഞാനൊരു തടസ്സം കാണുന്നുണ്ട്. ശ്രീകൃഷ്ണന്റെ മറുപടി കേട്ട യുധിഷ്ഠിരൻ എന്താണ് ആ തടസ്സം എന്നറിയാനായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായിട്ട് കാതോർത്തു. ഭോജരാജവംശത്തിൽ മഗധ ഭരിക്കുന്ന ഒരു രാജാവുണ്ട്. അദ്ദേഹം സർവ്വ രാജാക്കന്മാരുടെയും തറയിൽ ചവിട്ടി എന്നുള്ളതാണ് നിൽക്കുന്നത്. സ്വയം സാമ്രാട്ടെന്നാണ് അയാൾ ധരിക്കുന്നത്. ജരാസന്ധൻ എന്നാണ് ആ രാജാവിന്റെ പേര്. തന്റെ ആധിപത്യത്തിന് കീഴ്പ്പെടാത്ത രാജാക്കന്മാരെ എല്ലാം അവൻ പോരിൽ തോൽപ്പിച്ച് കാരാഗൃഹത്തിൽ അടച്ചിരിക്കുന്നു.
അവരുടെ എണ്ണം 100 തികയുമ്പോൾ അവരെ ബലി നൽകാനായിട്ടാണ് അവരുടെ നിശ്ചയം. യുധിഷ്ഠിര, അങ്ങ് രാജസൂയം നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ജരാസന്ധൻ കാരാഗൃഹത്തിൽ അടച്ച രാജാക്കന്മാരെ മോചിപ്പിക്കുകയാണ് വേണ്ടത്. അതിനു മുമ്പായിട്ട് ജരാസന്ധനെ വധിക്കുകയും വേണം. അത് ചെയ്തില്ല എങ്കിൽ ഭവാൻ നടത്താൻ ഉദ്ദേശിക്കുന്ന രാജസൂയം വിജയിക്കാൻ പോകുന്നില്ല എന്ന് കൃഷ്ണൻ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. കൃഷ്ണന്റെ മറുപടി കേട്ട് യുധിഷ്ഠിരൻ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ കുഴങ്ങിക്കൊണ്ട് പറഞ്ഞു, ഹേ കേശവ, ജരാസന്ധൻ ജീവിച്ചിരിക്കുമ്പോൾ രാജസൂയം നടത്തുക അസാധ്യമാണെന്ന് അങ്ങ് തന്നെ പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള തോന്നൽ ഇങ്ങനെയാണ്: അങ്ങും രാമനും ഭീമനും അർജുനനും ചേർന്നാൽ ഈ ജരാസന്ധനെ വധിക്കാനാകില്ലേ എന്ന്. ഇത്തരം ഒരു ആശയം പറഞ്ഞ യുധിഷ്ഠിരൻ തൊട്ടടുത്ത നിമിഷം അതിന് ഘടകവിരുദ്ധമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: സ്വാർത്ഥമോഹമായിട്ടുള്ള സാമ്രാട്ട് പദവി മോഹിച്ചിട്ട് ഞാൻ എങ്ങനെ നിങ്ങളെ ജരാസന്ധന്റെ മുന്നിലേക്ക് പറഞ്ഞയക്കും? ഭീമാർജന്മാർ എൻ്റെ കണ്ണുകൾ തന്നെയാണ്, അങ്ങ് എൻ്റെ മനസ്സും. കണ്ണും മനസ്സും നഷ്ടപ്പെട്ട ഒരുവൻ എങ്ങനെ മുന്നോട്ട് പോകും? ജരാസന്ധന്റെ സൈന്യത്തെ ജയിക്കാൻ യമന് പോലും സാധ്യമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മൂന്നുപേരും ചെന്ന് അവിടെ എന്ത് കാണിക്കും? ഭഗവാനെ, ഈ രാജസൂയം നടക്കുന്ന കാര്യമൊന്നുമല്ല. അത് ഒരിക്കലും സാധിക്കുമെന്ന് തന്നെ ഉള്ള ഒരു പ്രതീക്ഷ പോലും എനിക്കില്ല. അപ്പോൾ നമുക്കിത് ഉപേക്ഷിക്കാം. ഇവിടെ ഒരു രസകരമായ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നാരദമുനിയുടെ ഉപദേശപ്രകാരം ധർമ്മരാജാവ് രാജസൂയത്തിനായിട്ട് ഒരുപ്പെടുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഉപദേശത്തിനായിട്ട് മന്ത്രിമാരോടും കുലഗുരുക്കന്മാരായിട്ടുള്ള മുനിശ്രേഷ്ഠന്മാരോടും ഒക്കെ ഉപദേശം തേടി. എന്നിട്ട് ഒരു അവസാന വാക്കെന്ന നിലയിൽ ലോകഗുരുവായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നു. അദ്ദേഹം അതിന് പ്രായോഗികമായിട്ടുള്ള മറുപടി നൽകുന്നു. ജരാസന്ധൻ ഒരു പിളർത്താൻ കഴിയാത്ത പാറ എന്ന കണക്ക് തന്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് കണ്ട ധർമ്മരാജൻ രാജസൂയം എന്ന ആ ഒരു ആഗ്രഹം തന്നെ ഉപേക്ഷിക്കാനായിട്ട് ഇവിടെ ഒരുമ്പെടുകയാണ്. അദ്ദേഹം ആരോടാണ് തടസ്സവാദം ഉന്നയിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. സർവ്വതും അറിയുന്ന, സർവ്വകാര്യത്തിനും പ്രാപ്തനായിട്ടുള്ള ശ്രീകൃഷ്ണൻ വിചാരിച്ചാൽ പോലും എന്ത് നടക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു സന്ദേഹം. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു തടസ്സം മുന്നിൽ കണ്ടപ്പോൾ ഭയം കൊണ്ട് അദ്ദേഹം സന്ദേഹത്തിന് അടിപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്ന അർജുനൻ ഇങ്ങനെ പറഞ്ഞു: ധർമ്മരാജാവേ, ദീർഘനാളത്തെ തപം കൊണ്ട് ദിവ്യങ്ങളായിട്ടുള്ള നിരവധി വില്ലുകളും അസ്ത്രങ്ങളും നേടാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. നിരവധി ബന്ധുക്കളെയും കൂടെ നിർത്താനായിട്ടുണ്ട്. ബലം കൊണ്ട് പാരിടവും ഞാൻ ജയിച്ചിട്ടുണ്ട്. ബലവും വീര്യവും ഒപ്പമുണ്ടെങ്കിൽ നമുക്ക് ജയിക്കാനായിട്ട് മറ്റൊന്നും വേണ്ട തന്നെ. ഒരുവൻ നിർവീര്യ വംശത്തിൽ ജനിച്ചവനെങ്കിലും വീര്യവാനെങ്കിൽ അവൻ വിചാരിക്കുന്ന കാര്യമെല്ലാം നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബലവും കർമ്മവും ദൈവവും കൂടെ ഉണ്ടെങ്കിൽ അവന് വിജയം നിശ്ചയമാണെന്ന് അർജുനൻ പറഞ്ഞു വയ്ക്കുന്നു. ദൈന്യം ദുർബലൻ എന്ന പോലെ മോഹം അഥവാ തെറ്റ് ബലിഷ്ഠനെയും ദുർബലനാക്കുമെന്നുള്ളൊരു സന്ദേശം, ഒരു മുന്നറിയിപ്പ് അദ്ദേഹം ജ്യേഷ്ഠന്റെ മുന്നിൽ വയ്ക്കുകയുണ്ടായി. അതുകൊണ്ട് ജയം ആഗ്രഹിക്കുന്ന രാജാവ് ഇത് രണ്ടും ഉപേക്ഷിച്ചേ പറ്റൂ. നമ്മൾ പരിശ്രമിക്കാതിരുന്നാൽ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ലോകർ നമ്മളെ അസമർത്ഥരെന്ന് പറയുകയും ചെയ്യും. ജരാസന്ധനെ വധിച്ച് രാജാക്കന്മാരെ മോചിപ്പിച്ചാൽ രണ്ടുണ്ട് കാര്യം: രാജാക്കന്മാരുടെ പിന്തുണയും നമുക്ക് കിട്ടും, സാമ്രാജ്യ പദവിയും കിട്ടും. അതുകൊണ്ട് ശത്രുവിനോട് പൊരുതാൻ തീരുമാനിക്കുക തന്നെയാണ് വേണ്ടത്. അർജുനൻ പറഞ്ഞു നിർത്തിയെടുത്തെന്ന് തുടർന്ന് പറഞ്ഞത് ശ്രീകൃഷ്ണനാണ്. ഒരുവന്റെ മരണം എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അത് പ്രവചിക്കുക അസാധ്യമാണ്. യുദ്ധം ചെയ്യാതിരിക്കുന്നതുകൊണ്ട് മരണം ഒഴിവായി ജീവിക്കുന്ന ക്ഷത്രിയനെ കാണാനും പ്രയാസമാണ്. ക്ഷത്രിയനായ ഒരുവന് ശ്രേയസ്കരമായിട്ടുള്ളത് നയം കണ്ട് തരം നോക്കി ശത്രുവിനോട് എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഇനി അതിനും എളുപ്പമായിട്ടുള്ള മാർഗം, പെട്ടെന്നൊരു ആപത്ത് വരാത്തൊരു മാർഗം എന്ന് പറയുന്നത് ശത്രുവിനെ നയജാതിരിയോടെ സമീപിച്ചിട്ട് അവന്റെ ദൗർബല്യവും ശക്തിയും മനസ്സിലാക്കി അവനെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ്. ജരാസന്ധന്റെ കാര്യത്തിൽ ഈ ഒരു മാർഗമായിരിക്കും നല്ലതെന്ന് ധർമ്മരാജാവിനെ ശ്രീകൃഷ്ണൻ ബോധ്യപ്പെടുത്തി. അങ്ങനെ കൃഷ്ണനിൽ നിന്ന് ജരാസന്ധനെ കുറിച്ചുള്ള സകല വിവരങ്ങളും കേട്ടറിഞ്ഞ ധർമ്മരാജാവിന് തന്റെ ആശങ്കകൾ മാത്രമല്ല ജരാസന്ധന്റെ ജനനത്തെക്കുറിച്ചും അറിയണമെന്നുള്ള ആഗ്രഹം വർദ്ധിച്ചു വന്നു. നിങ്ങൾക്കും ഇങ്ങനെ തോന്നുന്നില്ലേ? ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നു, അജയ്യനായിട്ടുള്ളൊരു പോരാളിയാണ് ഈ ഒരു ജരാസന്ധൻ എന്ന്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മവൃത്താന്തത്തെ കുറിച്ച് നമുക്ക് അറിയണ്ടേ? കേൾക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്തത് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നെങ്കിൽ ഒന്ന് സബ് ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ യാതൊരു പിശുക്കും കൂടാതെ കമന്റിൽ കുറിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കാലത്ത് അതീവ ബലശാലിയായിട്ടുള്ളൊരു രാജാവ് മഗധ ഭരിച്ചിരുന്നു. ബൃഹദ്രഥൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. 3 അക്ഷൗഹിണി സേനയുടെ ബലവും കുബേരന്റെ സമ്പത്തും ആരോഗ്യ ദൃഢഗാത്രനും സൗന്ദര്യവാനും ഒക്കെ ആയിരുന്നു ആ ഒരു രാജാവ്. അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നത് കാശി രാജാവിന്റെ
പെൺമക്കളെയായിരുന്നു. അവർ ഇരട്ട രാജകുമാരിമാരായിരുന്നു കേട്ടോ. ദീർഘകാലം കഴിഞ്ഞിട്ടും മക്കളില്ലാതിരുന്ന ദുഃഖം അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്ന ഒരു സമയത്താണ് മഗധയിലേക്ക് ചണ്ഡ കൗശികൻ എന്ന പേരിലുള്ള തപോബലമുള്ളൊരു സന്യാസി, ഒരു മഹർഷി ശ്രേഷ്ഠൻ വന്ന് എത്തിയത്. മഹാരാജാവ് അദ്ദേഹത്തിന് ഏറ്റവും വിശിഷ്ടങ്ങളായിട്ടുള്ള അന്നപാനീയങ്ങളൊക്കെ കൊടുത്തിട്ട് ആദരിച്ചു. തനിക്ക് കിട്ടിയ ആദരവിൽ അദ്ദേഹം വളരെയധികം സന്തോഷവാനാവുകയും ഈ രാജാവിന്റെ ദുഃഖ കാരണം എന്താണെന്ന് ചോദിച്ചറിഞ്ഞു. മക്കളില്ലാതായിരുന്നു അദ്ദേഹത്തിന്റെ ദുഃഖമെന്ന് മനസ്സിലാക്കിയ മഹർഷി ആ മാഞ്ചോട്ടിൽ, അദ്ദേഹം ഇരുന്ന മാവിൻ ചോട്ടിൽ ദീർഘനേരം ധ്യാനത്തിലിരുന്നു. അദ്ദേഹം ധ്യാനത്തിലിരിക്കെ അദ്ദേഹത്തിന്റെ മടിയിലേക്ക് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു മാമ്പഴം വന്ന് വീഴുകയുണ്ടായി. അദ്ദേഹം ആ മാമ്പഴം എടുത്തിട്ട് ഹൃദയപൂർവ്വം ജപിച്ച് മഹാരാജാവിന് അനന്തരാവകാശം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം ഈ കിട്ടിയ മാമ്പഴവുമായിട്ട് ഈ മുനിശ്രേഷ്ഠനെ പാദവന്ദനം ചെയ്തിട്ട് നേരെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് ഈ മാമ്പഴം പകുത്ത് 2 ഭാഗങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ 2 രാജ്ഞിമാർക്കും കൊടുത്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ബൃഹദ്രഥ മഹാരാജാവിന്റെ രാജ്ഞിമാര് അദ്ദേഹത്തിൽ നിന്ന് ഗർഭം ധരിക്കുകയും യഥാകാലം അവർ പ്രസവിക്കുകയും ചെയ്തു. ജനിച്ചു വീണ ശിശുക്കളുടെ രൂപം കണ്ട് രാജ്ഞിമാർ ഇരുവരും ഞെട്ടിത്തെരിച്ചു. നെടുനീളത്തിൽ പകുതി ശരീരവുമായിട്ടുള്ള വികൃത രൂപികളായിട്ടാണ് അവർ ജനിച്ചു വീണത്. ഇത് കണ്ട് ഭയന്നിട്ട് രാജ്ഞിമാർ രണ്ടുപേരും ഈ വികൃത ശിശുക്കളെ ഉപേക്ഷിക്കാനായിട്ടുള്ള കടുത്ത തീരുമാനമെടുത്തു. തുണിക്കെട്ടിൽ പൊതിഞ്ഞ് അന്തഃപുരത്തിന് വെളിയിൽ, കൊട്ടാരത്തിന് വെളിയിൽ കൊണ്ടുപോയി അവരെ ഉപേക്ഷിച്ചു. ഇനിയാണ് അത്ഭുതം നടക്കുന്നത് കേട്ടോ. ജര എന്നു പേരുള്ളൊരു രാക്ഷസിയുടെ, മനുഷ്യമാംസം തിന്നുന്നൊരു രാക്ഷസിയുടെ കണ്ണിൽ ഈ ശിശുക്കളെ കാണാനിടയായി. അവളത് കൈക്കലാക്കി. മാംസം ഭക്ഷിക്കാനുള്ള ആർത്തിയിൽ ഈ രാക്ഷസി ആ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് കൈക്കലാക്കി കടത്തിക്കൊണ്ടുപോകാൻ തോന്നി. എങ്ങനെ കൊണ്ടുപോയെന്നറിയും? ഈ പകുതി ശരീരങ്ങൾ രണ്ടും ചേർത്ത് വെച്ചിട്ടാണ് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അത്ഭുതം എന്ന് പറയട്ടെ, ഈ ശരീരങ്ങൾ ഒന്ന് ചേർത്ത് വെച്ചതും അത് അഭേദ്യമായിട്ട് ഒട്ടിച്ചേർന്ന് ഒരു പൂർണ്ണ ശിശുവായി മാറി. വജ്രസമാനായിട്ടുള്ള ജ്വലിക്കുന്ന തേജസ്സോടുകൂടിയുള്ള ആ ശിശുവിനെ കണ്ടിട്ട് അവൾ തിന്നാനൊന്നും മടിച്ചു. പുത്രനെ ചിന്തിച്ച് ധാർമ്മികനായി വാഴുന്ന രാജാവിന് ഈ കുട്ടിയെ കൈമാറാമെന്ന് അവൾ ചിന്തിച്ചു. രാക്ഷസന്മാരുടെ ഇടയിലും നന്മകളുള്ളവരും ഉണ്ടാവുമല്ലോ, അങ്ങനെ കരുതാം. ഈ കുഞ്ഞിനെ ബൃഹദ്രഥന് കൈമാറിയിട്ട് ജര പറഞ്ഞു, ഹേ ബൃഹദ്രഥ, ബ്രഹ്മർഷിയുടെ അനുഗ്രഹത്താൽ അങ്ങയുടെ രാജ്ഞിമാരുടെ ഗർഭത്തിൽ പിറന്ന കുട്ടിയാണ് ഇവൻ. ധാതൃമാർ ഉപേക്ഷിച്ച് ഇവനെ ഞാൻ രക്ഷിച്ചതാണ്, ഇവനെ അങ്ങ് വാങ്ങിക്കൊള്ളുക. അങ്ങനെ ജര കൂട്ടിച്ചേർത്തവനായതുകൊണ്ട് ജരാസന്ധൻ എന്ന പേരും ആ കുട്ടിക്ക് കിട്ടി. ബൃഹദ്രഥ മഹാരാജാവ് ബാലനായ ജരാസന്ധന് വിധിപ്രകാരമുള്ള കർമ്മങ്ങളൊക്കെ നടത്തി. അങ്ങനെ ക്ഷാത്ര വീര്യമുള്ള ഒരു കുമാരനായിട്ട് ജരാസന്ധൻ വളർന്നു വരവേ ഒരിക്കൽ കൂടി ചണ്ഡകൗശിക മഹർഷി മഗധയിൽ സന്ദർശനത്തിലെത്തി. രാജാവിന്റെ ആർഘ്യപാനീയങ്ങളൊക്കെ സ്വീകരിച്ച് ആദരവെല്ലാം സ്വീകരിച്ചിട്ട് അദ്ദേഹം ജരാസന്ധനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ വീര്യവാനാകും, സർവ്വ നരേന്ദ്രന്മാരും ഇവന്റെ ആജ്ഞയ്ക്ക് കീഴിൽ നിൽക്കും. ആ ഒരു അനുഗ്രഹം നേടിയ ജരാസന്ധനാണ് ഇന്നത്തെ നിലയിൽ ധർമ്മരാജാവിന്റെ രാജസൂയത്തിന് വരെ വിലങ്ങുതടിയായിട്ട് വളർന്നു നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ ജരാസന്ധനെ കുറിച്ചുള്ള സകല ചരിത്രങ്ങളും പറഞ്ഞു കേൾപ്പിച്ചതിന് ശേഷം ശ്രീകൃഷ്ണൻ പറഞ്ഞു, സകല രാജാക്കന്മാരെയും വെല്ലുവിളിച്ചു നിൽക്കുന്ന ജരാസന്ധന്റെ മരണകാലം അടുത്തിട്ടുണ്ട്. നീതി എന്നിലും ബലം ഭീമനിലും രക്ഷ അർജുനനുമാണ്. അപ്പോൾ ഞങ്ങൾ മൂവരും ഒത്തുചേർന്നാൽ വിജയം കൂടെ നിൽക്കുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഞങ്ങൾ മൂവരും ചെന്ന് എതിർത്താൽ അഭിമാനിയായ ജരാസന്ധൻ ഞങ്ങൾ ഒരാളോട് എതിർത്തുകൊള്ളും. അത് കാഴ്ചയിൽ തനിക്കൊത്ത എതിരാളി എന്ന് തോന്നുന്ന തരത്തിൽ ഭീമനോട് എതിർക്കാനാണ് കേട്ടാ. അപ്പൊ അങ്ങനെ വരികിൽ ബാക്കി കാര്യം ഭീമൻ നോക്കിക്കൊള്ളും. ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഏകദേശ പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ട് ധർമ്മരാജാവിന്റെ അനുമതിയും വാങ്ങി മഗധ ലക്ഷ്യമാക്കിയിട്ട് 3 പേര് നീങ്ങി. തങ്ങളുടെ യഥാർത്ഥ വേഷമൊക്കെ മാറ്റി ബ്രാഹ്മണരുടെ വേഷത്തിലായിരുന്നു അവരുടെ ഈ യാത്ര. നിരവധി ദുർഘടങ്ങളായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ പിന്നിട്ടിട്ട് അവർ അവസാനം മഗധയുടെ മണ്ണിലെത്തി. ഉയരം കൂടിയ കോട്ടവാതിലിന് മുന്നിലെത്തിയെങ്കിലും അവർ അതിലൂടെ അകത്ത് കടക്കാൻ തയ്യാറായില്ല. മറിച്ച് മഗധരുടെ ഏറ്റവും പുണ്യമായിട്ട് കരുതുന്ന ചൈത്യ കലശശൃംഗം, ആ ഒരു പൂജനീയമായിട്ടുള്ള സ്ഥലം, അത് കുത്തി തുറന്നിട്ടാണ് അവർ അകത്ത് പ്രവേശിച്ചത്. ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് പണ്ട് ബൃഹദ്രഥ മഹാരാജാവ്, ജരാസന്ധന്റെ അച്ഛൻ, നരഭോജിയായിട്ടുള്ള ഋഷഭനെ വധിച്ചിട്ടുള്ളത്. അവന്റെ തോൽ കൊണ്ട് 3 വലിയ പെരുമ്പറകൾ തീർത്തിട്ട് ഇവിടെ ഈ പുരത്തിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്.
നിത്യവും ഇവിടെ പുഷ്പങ്ങൾ അർപ്പിച്ച് പൂജയുമുണ്ട് ഈ ഭേരിയിൽ. അങ്ങനെയുള്ള ഈ ഭേരികൾ മൂന്നും അടിച്ച് പൊട്ടിച്ചിട്ടാണ് ഇവർ മൂന്നുപേരും രാജധാനിക്കകത്തേക്ക് കടക്കുന്നത്. എന്താ പറയുക, ജരാസന്ധനുള്ളൊരു താക്കീതായിരുന്നു ഈ കൃഷ്ണൻ ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്നാതക ബ്രാഹ്മണരുടെ വേഷത്തിൽ അകത്ത് കിടന്ന കൃഷ്ണപാണ്ഡവര് രാജമാർഗത്തിൽ നിരവധി കച്ചവടക്കാരെ കണ്ടു. അവരുടെ കൂട്ടത്തിൽ മാല കെട്ടി വിൽക്കുന്നവരുടെ പക്കൽ നിന്നും മാലകൾ അപഹരിച്ച് സ്വയം കഴുത്തിലണിഞ്ഞ് പ്രകോപനം ഉണ്ടാക്കാൻ എന്ന വണ്ണമായിരുന്നു തുടർന്ന് അങ്ങോട്ടുള്ള അവരുടെ സഞ്ചാരം. ഈ കാഴ്ചകളെ കണ്ടിട്ട് മഹതന്മാര് ആകെ വിസ്മയം പൂണ്ടു. കാരണം ജരാസന്ധ രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് കടന്ന് അദ്ദേഹത്തെ വെല്ലുവിളിക്കണമെങ്കിൽ ഇവരാരായിരിക്കും? അവർ വിസ്മയം പൂണ്ടു. ജനങ്ങൾ തിങ്ങി നിറഞ്ഞ 3 കൽപ്പടവ് കെട്ടുകൾ കടന്നിട്ട് അവർ ജരാസന്ധ രാജാവിനെ നേരിൽ കണ്ടു. ബ്രാഹ്മണ വേഷത്തിൽ വന്ന മൂവരെയും മഹാരാജാവ് യഥാവിധി അന്നപാനീയങ്ങൾ നൽകി ആദരിക്കാൻ ശ്രമിച്ചുവെങ്കിലും മൂവരും അത് നിഷേധിക്കുകയാണ് ചെയ്തത്. ഭീമാർജന്മാരെ ചൂണ്ടിക്കാണിട്ട് കൃഷ്ണൻ പറഞ്ഞു, ഇവർ ഇന്ന് അർദ്ധരാത്രി വരെ മൗനവ്രതത്തിലാണ്. അതുവരെ യാതൊരു വിധത്തിലുള്ള ഉപചാരങ്ങളും സ്വീകരിക്കുന്നതല്ല. ഇത് കേട്ട മഹാരാജാവ് അവരെ വിശ്രമത്തിനായിട്ട് യജ്ഞശാലയിലേക്ക് അയച്ചു. എന്നിട്ട് അർദ്ധരാത്രി ആയപ്പോൾ ഇവർ വന്നതിന്റെ കാര്യം എന്താണെന്ന് അന്വേഷിച്ചറിയാനായിട്ട് അദ്ദേഹം വീണ്ടും വരെ ചെന്ന് കണ്ടു. തങ്ങളുടെ അടുക്കലെത്തിയ ജരാസന്ധനോട് കൃഷ്ണപാണ്ഡവന്മാർ പറഞ്ഞത് ഇങ്ങനെയാണ്: മഹാരാജാവേ, അങ്ങേക്ക് ബുദ്ധിമുട്ട് കൂടാതെ സ്വസ്തി ഭവിക്കട്ടെ എന്ന്. ആ പറഞ്ഞതിലെ ധ്വനി മനസ്സിലാക്കിയ ജരാസന്ധൻ അവരോട് ചോദിച്ചു, യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണ്? കയ്യിൽ ആയുധം പരിശീലിച്ച തഴമ്പുള്ള നിങ്ങൾ ബ്രാഹ്മണ വേഷത്തിൽ തെറ്റായ വഴിയിലൂടെയാണ് കൊട്ടാരത്തിനകത്തേക്ക് കടന്നിട്ടുള്ളത്. അതിന്റെ ഉദ്ദേശം എനിക്ക് വ്യക്തമായിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും വൈരമോ കുറ്റമോ ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്റെ പ്രജകളോട് പോലും ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളുടെ ശത്രുവാകും? ഇത് കേട്ട കൃഷ്ണൻ പറഞ്ഞു, ഹേ ജരാസന്ധ, നീ പറയുന്നു നീ കുറ്റം ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ അങ്ങനെയല്ല. നീ ചെയ്ത കുറ്റം അത് ഞങ്ങളെയും ബാധിക്കുന്നതാണ്. നാട് വാഴുന്ന ക്ഷത്രിയരെല്ലാം നീ ബന്ധിച്ചിട്ടില്ലേ? അവരെ ബലി നൽകാനല്ലേ നീ നിശ്ചയിച്ചിട്ടുള്ളത്? അവരെ മോചിപ്പിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആർത്തന്മാരെ രക്ഷിക്കുന്ന ഞങ്ങൾ നിന്നെ വധിച്ച് നീ തുറങ്കടച്ച രാജാക്കന്മാരെല്ലാം മോചിപ്പിക്കും. നിന്നോട് എതിർക്കാമെന്ന് ഞങ്ങൾ ബ്രാഹ്മണരല്ല. ഞാൻ ഋഷികേശനായ കൃഷ്ണനാണ്. ഇവർ ഭീമാർജുനന്മാരും. നിന്നെ ഞങ്ങൾ പോരിന് വിളിക്കുന്നു. ഒന്നുകിൽ രാജാക്കന്മാരെല്ലാം മോചിപ്പിക്കുക, അല്ലെങ്കിൽ കാലപുരിക്ക് പോകാൻ തയ്യാറായിക്കൊള്ളുക. ഇത് കേട്ട ജരാസന്ധൻ ഉടനടി അതിന് മറുപടി നൽകി, ക്ഷത്രിയന് ചേരാത്ത ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല. നേരിട്ട് എതിർക്കാതെ ഒരാളെയും തടവിലാക്കിയിട്ടുമില്ല. ക്ഷത്രിയന്റെ ധർമ്മമാണത്. ദേവതാപ്രീതിക്കായിട്ട് തടവിലാക്കിയിട്ടുള്ള ഒരാളെയും നിങ്ങളെ പേടിച്ച് വിട്ടയക്കാൻ ഞാൻ ഒരുക്കവുമല്ല. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം തന്റെ പുത്രനായ സഹദേവനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ ആജ്ഞ നൽകി. അതിനുശേഷം ഭീമസേനോട് മല്ലയുദ്ധത്തിന് തയ്യാറായി. മതയാനകൾ എന്ന കണക്ക് മല്ലന്മാരായ ഇരുവരും പരസ്പരം ചുമലിൽ കെട്ടി ആർത്തും കാലിൽ ആഞ്ഞു ചവിട്ടിയും പരസ്പരം പോരടിച്ചു. ലാക്കു നോക്കി നടക്കുന്ന ക്രൂരസിംഹങ്ങൾ എന്ന കണക്ക് ഇരുവരും പരസ്പരം അടവുകൾ പലതും പയറ്റി. ഇവരുടെ മല്ലയുദ്ധം കാണാനായിട്ട് പുരവാസികൾ തിങ്ങി നിറഞ്ഞ് അവിടെ ഇടമില്ലാതായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാർത്തിക മാസം 1-ാം തീയതി മുതൽ ഭക്ഷണം കഴിക്കാൻ പോലും ഇടവേളകളില്ലാതെ രാപ്പകൽ തുടർന്ന യുദ്ധം 13 ദിവസം നീണ്ടു. ഈ 13 ദിവസവും ഒപ്പത്തിനൊപ്പം പൊരുതി നിന്നു. 14-ാം ദിവസം ജരാസന്ധൻ ക്ഷീണിതനായി. ഇത് കണ്ട കൃഷ്ണൻ ഭീമനെ ഓർമ്മിച്ചു, ഭീമ, ശത്രു ക്ഷീണിച്ചിരിക്കുന്നു. കൂടുതൽ പീഠകൾ ഏൽക്കാനുള്ള ശക്തി അവനില്ല. അതുകൊണ്ട് അവന്റെ ശക്തിക്കൊത്ത ശക്തി മാത്രം തിരിച്ച് പ്രയോഗിച്ചുകൊണ്ട് അവനെ വധിക്കുക. എന്നാൽ ഭീമസേനൻ ഒരയവിനും തയ്യാറായിരുന്നില്ല. ക്ഷീണിതനായ ജരാസന്ധനെ മഹാബലവാനായ ഭീമസേനൻ എടുത്തുയർത്തി വട്ടം ചുഴറ്റി ദൂരേക്കെറിഞ്ഞു. കാൽമുട്ടുകൊണ്ട് ചവിട്ടി തണ്ടലൊടിച്ചു. അടുത്ത പ്രയോഗം അതിലും ഭീകരമായിരുന്നു. ഇരു കൈകൊണ്ടും കാലുകളിൽ പിടിച്ച് ആ വലിയ ശരീരത്തെ ചീന്തി ഇരുവശത്തേക്കും ഭീമസേനൻ എറിഞ്ഞു. ജരാസന്ധന്റെ രോദനവും ഭീമസേനന്റെ അലർച്ചയും കേട്ട് മഗധവാസികൾ ഞെട്ടിത്തിരിച്ചു. ഭൂമി പിളർന്നോ എന്ന് അവർ സംശയിച്ചു. ജരാസന്ധ വധത്തിന് ശേഷം അവർ മൂവരും തടവിലാക്കപ്പെട്ട എല്ലാ രാജാക്കന്മാരെയും മോചിപ്പിച്ചു. ധർമ്മരാജാവ് നടത്താനിരിക്കുന്ന രാജസൂയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അവരോട് ധരിപ്പിക്കുകയും അതിന് പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു സന്തോഷത്തില്, ആ ഒരു ആഹ്ലാദത്തില് അവര് അളവറ്റ സമ്പത്ത്, സ്വർണവും രത്നങ്ങളും അടങ്ങിയ അളവറ്റ സമ്പത്ത് രാജസൂയത്തിന്റെ നടത്തിപ്പിലേക്കായിട്ട് അവർ നൽകുകയും ചെയ്തു. മഹാഭാരതത്തിലെ ക്ഷാത്രവീര്യം പ്രകടമാക്കുന്ന ഈ ഒരു വീഡിയോ അല്പം ദൈർഘ്യം കൂടുതലാണെങ്കിൽ കൂടി നിങ്ങളത് കാണാതെ പോകരുത്, പൂർണ്ണമായിട്ടും കാണുക കേട്ടോ. എന്നിട്ട് മഹാഭാരതത്തെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആ കമന്റിലൊന്ന് കുറിക്കാനും ശ്രമിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ വരുന്ന വീഡിയോയിൽ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം, മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം.
നമസ്കാരം.